ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് സർവീസ് അഗ്രഗേറ്ററാണ് ഡ്രീംഫോക്സ്. ഇന്ത്യക്കുള്ളിലും വിദേശത്തുമായിട്ട് ഏകദേശം 1500-ലധികം ലോഞ്ചുകൾ അതുപോലെ തന്നെ മറ്റു ട്രാവൽ സർവീസുകളാണ് ഈ ഒരു ഡ്രീംഫോക്സ് നൽകി വരുന്നത്. ഒന്ന്, അവർക്ക് ഡയറക്റ്റായിട്ട് മെമ്പർഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ആ മെമ്പർഷിപ്പ് പ്രോഗ്രാമുകളിലുള്ളവർക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് ഈ പറഞ്ഞ രീതിയിൽ എയർപോർട്ട് ലോഞ്ച്, ആക്സസ് ഫെസിലിറ്റി അതുപോലുള്ള അവരുടെ ഒരു ട്രാവൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പല കാർഡ് നെറ്റ്വർക്കുമായിട്ട് ടൈപ്പായിട്ട് വിസ, റുപേ അതുപോലെ തന്നെ മാസ്റ്റർ കാർഡ് പോലുള്ള കാർഡ് നെറ്റ്വർക്കുകളുമായിട്ട് ടൈപ്പായിട്ട് പല ക്രെഡിറ്റ് കാർഡിലും അതുപോലെ തന്നെ ഡെബിറ്റ് കാർഡിലും ഈ ഒരു ഫീച്ചർ നൽകുന്നുണ്ട്. സോ അത്തരം കാർഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിച്ചും ഈ ഒരു ഡ്രീംഫോക്സ് മാനേജ് ചെയ്യുന്ന ലോഞ്ചുകളും കാര്യങ്ങളിലൊക്കെ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും കോംപ്ലിമെൻ്ററി ആയിട്ട്. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി, അതുപോലെ തന്നെ മീറ്റ് ആൻഡ് അസിസ്റ്റൻറ്റ് സർവീസ്, സ്പാ സർവീസ്, F&B ഔട്ട്ലെറ്റ്സ്, പിന്നെ എയർപോർട്ട് ട്രാൻസ്ഫർ സർവീസസ്, അങ്ങനെയുള്ള ട്രാവൽ റിലേറ്റഡ് സർവീസുകളാണ് പ്രധാനമായിട്ടും ഡ്രീംഫോക്സ് നൽകി വരുന്നത്. ഈ ഡ്രീംഫോക്സിന് 4 വേരിയൻറ്റ് മെമ്പർഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്. ബ്ലാക്ക്, ഓറഞ്ച്, പിന്നെ വൈറ്റിൽ തന്നെ 2 വേരിയൻ്റ് ഉണ്ട്. ഏകദേശം റേറ്റ് വരുന്നത് ആനുവൽ ഫീസ് 50,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ്. അതിനുള്ളിലാണ് ആ ഒരു ആനുവൽ മെമ്പർഷിപ്പ് ഫീസ് വരുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപകാരപ്രദമാകുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവലൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വർഷത്തിൽ ഒരു 5-6 തവണയൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യും. സോ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് എയർപോർട്ട് ലോഞ്ച്, ആക്സസ് ഫെസിലിറ്റി എൻജോയ് ചെയ്യണം, മറ്റു ട്രാവൽ സർവീസുകളൊക്കെ ഉപയോഗിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കാം. അല്ലാതെ ഇപ്പോൾ വല്ലപ്പോഴും ഒക്കെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പല ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലൊക്കെ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച്, ആക്സസ് ഫെസിലിറ്റി ഉണ്ട്. അത് ഉപയോഗിച്ചാൽ മതിയാകും. ഈ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും ഈ ഒരു ഡ്രീംഫോക്സ് ഓഫർ ചെയ്യുന്ന ഈ ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമുകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ബ്ലാക്ക്, ഓറഞ്ച് അതുപോലെ തന്നെ വൈറ്റിൽ നമുക്ക് 2 വേരിയൻ്റ് അവൈലബിൾ ആണ്. സോ ഡ്രീംഫോക്സ് ഓഫർ ചെയ്യുന്ന മെമ്പർഷിപ്പ് പ്രോഗ്രാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഇതാണ് ഡ്രീംഫോക്സിന്റെ വെബ്സൈറ്റ്. ഡ്രീംഫോക്സിന്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലോഗിൻ ബട്ടൺ കാണാം. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ ഇല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. ഐ എഗ്രി ടു റിസീവ് OTP via SMS എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ഒരു പേജ് ഇതാണ്. ഇതിൽ നമുക്ക് പർച്ചേസ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു 3ാമത്തെ ഓപ്ഷനുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രീംഫോക്സിൻ്റെ 4 വേരിയൻ്റ് മെമ്പർഷിപ്പ് പ്രോഗ്രാമുകൾ കാണാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ ആനുവൽ ഫീസ് വരുന്നത് 50,000 രൂപയാണ്. വർഷം 50,000 രൂപ കൊടുക്കണം. 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റ് ഈ കാണുന്നതാണ്. നമുക്ക് അപ് ടു 5 lakh വർത്തായിട്ടുള്ള ബെനിഫിറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് പ്രൈവറ്റ് മെമ്പേഴ്സ് ഉള്ള ക്ലബ്ബിൽ അൺലിമിറ്റഡ് ആക്സസ് ആണ്. മറ്റൊരു ബെനിഫിറ്റ് നമുക്ക് 12 ഗോൾഫ് ലെസൺസ് വരുന്നുണ്ട്. പിന്നെ 12 ഗോൾഫ് ഗെയിംസ് വരുന്നുണ്ട്. മറ്റൊരു ബെനിഫിറ്റ് ലീഡിംഗ് കഫേസിൽ നമുക്ക് അൺലിമിറ്റഡ് കോംപ്ലിമെൻ്ററി കോഫി ബെനിഫിറ്റ് വരുന്നുണ്ട്. പിന്നെ ലോഞ്ച് വിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 8 ഗ്ലോബൽ ലോഞ്ച് വിസിറ്റ് നമുക്ക് ഇയർലി ലഭിക്കും. മറ്റൊരു ബെനിഫിറ്റ് ഹൈവേ ഡൈനിങ് ഔട്ട്ലെറ്റുകളിൽ അൺലിമിറ്റഡ് കോംപ്ലിമെൻ്ററി ഫുഡ് ആൻഡ് ബെവറേജ് ഫെസിലിറ്റി വരുന്നുണ്ട്. പിന്നെ റെയിൽവേ ലോഞ്ച് വിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതും അൺലിമിറ്റഡ് ആണ്. മറ്റൊരു ബെനിഫിറ്റ് 12 ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് ആണ്. മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മിനിമം ട്രാൻസാക്ഷൻ വാല്യൂ 500 രൂപ വന്നു കഴിഞ്ഞാൽ അപ് ടു 300 രൂപയുടെ ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് ലുക്ക് സലൂണിൽ 12 കോംപ്ലിമെൻ്ററി ഹെയർ കട്ട് അല്ലെങ്കിൽ മാനിക്യൂർ അല്ലെങ്കിൽ പെഡിക്യൂർ സർവീസസ് ലഭിക്കും. പിന്നെ 4 കോംപ്ലിമെൻ്ററി ഫേഷ്യൽ സർവീസസ് സെറ്റ് ലുക്ക് സലൂണിൽ തന്നെയാണ് നമുക്ക് 4 കോംപ്ലിമെൻ്ററി ഫേഷ്യൽ സർവീസ് ഫെസിലിറ്റിയും വരുന്നുണ്ട്. മറ്റൊരു ബെനിഫിറ്റ് വരുന്നത് എയർപോർട്ട് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ലക്ഷറി സെഡാനിൽ നമുക്ക് ഇയർലി 4 കോംപ്ലിമെൻ്ററി എയർപോർട്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി വരുന്നുണ്ട്. അഡീഷണൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. 15% ഡിസ്കൗണ്ട് നമുക്ക് അഡീഷണൽ ബുക്കിങ്ങിന് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിരിക്കുന്ന 4 കോംപ്ലിമെൻ്ററി ബഫേ അറ്റ് പ്രീമിയം ഹോട്ടൽസ് പാൻ ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ ഈ ഹോട്ടലിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഇത് വരുന്ന സമയത്ത് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ പേജിൽ കൊടുത്തിട്ടുണ്ടാകും. ഇവിടെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ അൺലിമിറ്റഡ് റെയിൽവേ ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി അവിടെ ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണ്. ലോഞ്ചുകളുടെയൊക്കെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ വരുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ 2 കോംപ്രഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പ് വരുന്നുണ്ട്. പിന്നെ 1 year ഫിറ്റ്നസ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. പിന്നെ കമ്മിങ് സൂൺ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് വെച്ചാൽ 4 കോംപ്ലിമെൻ്ററി റൂം അപ്ഗ്രേഡ് ആണ് പ്രീമിയം ഹോട്ടൽസിൽ. പിന്നെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ബെനിഫിറ്റ് 1 year കോംപ്ലിമെൻ്ററി OTT അതുപോലെ ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ്റ് സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. അത് ഏത് പ്ലാറ്റ്ഫോം ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കും അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ
നമുക്ക് 10% ഡിസ്കൗണ്ട് അപ് ടു 1000 രൂപ നമുക്ക് ലീഡിംഗ് റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് പാൻ ഇന്ത്യ നേടുവാനായിട്ട് സാധിക്കും. അതും കമ്മിങ് സൂൺ ആണ്. പിന്നെ കമ്മിങ് സൂൺ ഉടനെ വരുന്ന മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അപ് ടു 50% ഡിസ്കൗണ്ട് ആണ് ലീഡിംഗ് സ്പാസിൽ, അതും പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് കിട്ടും. പിന്നെ വിസ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് സർവീസിൽ നമുക്ക് അപ് ടു 10% ഡിസ്കൗണ്ട് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഫ്ലോറൽ ഗിഫ്റ്റിങ്ങിൽ അപ് ടു 15% ഡിസ്കൗണ്ട് നേടുവാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞ ആനുവൽ ഫീസ് 50,000 രൂപ വരുന്ന ഒരു പാക്കേജിലുള്ളത്. മറ്റൊരു പാക്കേജ് 30,000 രൂപയുടെ ആനുവൽ ഫീസ് വരുന്ന ഒരു പാക്കേജാണ്. പാക്കേജ് നെയിം വരുന്നത് ഓറഞ്ച് ആണ്. അപ് ടു 3 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ആണ് ഈ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞ പാക്കേജിൽ വരുന്നത്. ആദ്യത്തെ ഒരു ബെനിഫിറ്റ് അൺലിമിറ്റഡ് ആക്സസ് ആണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ഉള്ള ക്ലബ്ബിൽ. പിന്നെ 6 ഗോൾഫ് ലെസൺസ് അതുപോലെ തന്നെ ഗെയിംസ് വരുന്നുണ്ട്. മറ്റേത് 12 ഉണ്ടായിരുന്നു, ഇത് 6 ആണ്. പിന്നെ 16 കോംപ്ലിമെൻ്ററി കോഫീസ് നമുക്ക് ലീഡിംഗ് കഫേ എന്നാണ് പറയുന്നത്, നെയിം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുണ്ടാകും. ആ ഒരു കഫേസിൽ നമുക്ക് 16 കോംപ്ലിമെൻ്ററി കോഫീസ് നമുക്ക് കിട്ടും. പിന്നെ 6 ഗ്ലോബൽ ലോഞ്ച് വിസിറ്റ് വരുന്നുണ്ട്. പിന്നെ ഹൈവേ ഡൈനിങ് ഔട്ട്ലെറ്റിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ ഒരു 12 വൗച്ചർ വരുന്നുണ്ട്. പിന്നെ 6 റെയിൽവേ ലോഞ്ച് വിസിറ്റ് വരുന്നുണ്ട്. പിന്നെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മിനിമം ടിക്കറ്റ് വാല്യൂ 500 രൂപ വന്നു കഴിഞ്ഞാൽ 100 രൂപ ഓഫ് നേടുവാനായിട്ട് സാധിക്കും. അങ്ങനെ 12 ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഹെയർ കട്ട്, മാനിക്യൂർ, പെഡിക്യൂർ സർവീസസ് വരുന്നുണ്ട് ലുക്ക് സലൂണിൽ. പിന്നെ ലുക്ക് സലൂണിൽ തന്നെ 2 കോംപ്ലിമെൻ്ററി ഫേഷ്യൽ സർവീസസ് വരുന്നുണ്ട്. പിന്നെ എയർപോർട്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി വരുന്നുണ്ട് എക്സിക്യൂട്ടീവ് സെഡാനിൽ, അതും ഇയർലി 3 തവണയാണ് കിട്ടുന്നത്. പിന്നെ കമ്മിങ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രീമിയം ഹോട്ടലിൽ പാൻ ഇന്ത്യ ലെവലിൽ 3 കോംപ്ലിമെൻ്ററി ബഫേ വരുന്നുണ്ട്. പിന്നെ ഇയർലി 2 കോംപ്രഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പ് വരുന്നു. 47 പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യും. പിന്നെ 6 മന്ത് ഫിറ്റ്നസ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. പിന്നെ 2 കോംപ്ലിമെൻ്ററി റൂം അപ്ഗ്രേഡ് വരുന്നുണ്ട് ഇയർലി പ്രീമിയം ഹോട്ടൽസിൽ, അത് കമ്മിങ് സൂൺ ആണ്. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് 6 മാസത്തെ OTT സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. പിന്നെ കമ്മിങ് സൂൺ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് റെസ്റ്റോറൻറ്റ്സിൽ പാൻ ഇന്ത്യ ലെവലിൽ 10% ഡിസ്കൗണ്ട് അപ് ടു 500 രൂപ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റ് ഒരു ഫീച്ചർ വരുന്നത് പാൻ ഇന്ത്യ ലെവലിൽ ലീഡിംഗ് സ്പാസിൽ അപ് ടു 10% ഡിസ്കൗണ്ട് നേടാം. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ട്രാവൽ സിം ഫെസിലിറ്റിയാണ് വരുന്നത്. പിന്നെ വിസ അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് സർവീസിൽ 5% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലോറൽ ഗിഫ്റ്റിങ്ങിൽ ഒരു അപ് ടു 10% ഡിസ്കൗണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞൊരു പാക്കേജിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന മെമ്പർഷിപ്പ് പാക്കേജ് വൈറ്റ് ആണ്. വൈറ്റിൽ തന്നെ 2 എണ്ണം ഉണ്ട്, വേരിയൻറ്റ് 1ഉം വേരിയൻറ്റ് 2ഉം. രണ്ടിൻ്റെ റേറ്റ് വരുന്നത് 10,000 രൂപയാണ്. ബെനിഫിറ്റിൽ വ്യത്യാസമുണ്ട്. ഒരെണ്ണത്തിൽ വേരിയൻറ്റ് 1ൽ 65,000 രൂപയുടെ ബെനിഫിറ്റ് ആണെങ്കിൽ വേരിയൻറ്റ് 2ൽ 60,000 രൂപയുടെ ഒരു ബെനിഫിറ്റാണ് വരുന്നത്. ഫീച്ചേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ വേരിയൻറ്റ് 1 ആണെങ്കിൽ നമുക്ക് പ്രൈവറ്റ് മെമ്പേഴ്സ് ഉള്ള ക്ലബ്ബിൽ 4 വിസിറ്റാണ്. വേരിയൻറ്റ് 2ലാണെങ്കിൽ ആ ഒരു ഫെസിലിറ്റി വരുന്നില്ല. പിന്നെ വരുന്നത് 2 ഗോൾഫ് ലെസൺ അല്ലെങ്കിൽ ഗെയിംസ് ആണ്. ഇവിടെ വേരിയൻറ്റ് 2ൽ 3 ഗോൾഫ് ലെസൺ അല്ലെങ്കിൽ ഗെയിംസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന മറ്റൊരു ഫെസിലിറ്റി 8 കോംപ്ലിമെൻ്ററി കോഫീസാണ് ലീഡിംഗ് കഫേസിൽ വരുന്നത്. അത് രണ്ടിലും സെയിം ആണ്. വേരിയൻറ്റ് 2ലും സെയിം ആണ്. പിന്നെ വേരിയൻറ്റ് 1ലെ മറ്റ് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹൈവേ ഡൈനിങ് ഔട്ട്ലെറ്റിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ഫുഡ് ആൻഡ് ബിവറേജിന് 4 വൗച്ചർ വരുന്നുണ്ട്. പിന്നെ 4 റെയിൽവേ ലോഞ്ച് ഫെസിലിറ്റി വരുന്നുണ്ട്. പിന്നെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ 500 രൂപയുടെ മിനിമം വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ഓഫ് നേടുവാനായിട്ട് സാധിക്കും. അങ്ങനെ 4 ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ എയർപോർട്ട് ട്രാൻസ്ഫർ വരുന്നുണ്ട് സെഡാനിൽ, പ്രീമിയം അല്ല നോർമൽ സെഡാനിൽ എയർപോർട്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി വരുന്നുണ്ട്. അത് 2 തവണയാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത്. പിന്നെ കമ്മിങ് സൂൺ കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫീച്ചർ പാൻ ഇന്ത്യ ലെവലിലുള്ള ഒരു ഹോട്ടലിൽ 2 കോംപ്ലിമെൻ്ററി ബഫേ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോംപ്രഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ അല്ല, അപ് ടു 15% ഡിസ്കൗണ്ട് നേടാം. 47 പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യപ്പെടും. പിന്നെ 3 മന്ത് ഫിറ്റ്നസ് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. പിന്നെ കമ്മിങ്സും കൊടുത്തിരിക്കുന്ന മറ്റൊരു ഫീച്ചർ കോംപ്ലിമെൻ്ററി റൂം അപ്ഗ്രേഡ് ആണ് പ്രീമിയം ഹോട്ടലിൽ. പിന്നെ 1 ട്രാവൽ സിം ആണ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത്. വേരിയൻറ്റ് 2 ആണെങ്കിൽ 4 ഗ്ലോബൽ ലോഞ്ച് വിസിറ്റ് വരുന്നുണ്ട്. പിന്നെ ഹൈവേ ഡൈനിങ് ഔട്ട്ലെറ്റിൽ 4 വൗച്ചേഴ്സ് കോംപ്ലിമെൻ്ററി ഫുഡ് ആൻഡ് ബിവറേജിൻ്റെ വരുന്നുണ്ട്. പിന്നെ റെയിൽവേ ലോഞ്ച് വിസിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4 തവണ വരുന്നുണ്ട്. പിന്നെ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മിനിമം ടിക്കറ്റ് വാല്യൂ 500 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 100 രൂപ ഓഫ് നേടുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് 4 വൗച്ചേഴ്സ് 4 തവണ ആ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താം. പിന്നെ എയർപോർട്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റി വരുന്നുണ്ട് ഇയർലി 2 തവണ. പിന്നെ കോംപ്രഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പ് ഫ്രീ അല്ല, അപ് ടു 15% ഡിസ്കൗണ്ട്. നമുക്ക് 47 പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യാം. പിന്നെ 3 മാസത്തെ ഫിറ്റ്നസ് മെമ്പർഷിപ്പ് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ കമ്മിങ്സും കൊടുത്തിരിക്കുന്ന 2 ഫീച്ചേഴ്സ്, ഒന്ന് നമുക്ക് പ്രീമിയം ഹോട്ടൽസിൽ പാൻ ഇന്ത്യ ലെവലിൽ 2 കോംപ്ലിമെൻ്ററി മീൽസ് ആണ്. മറ്റൊന്ന് നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് 1 തവണ റൂം അപ്ഗ്രേഡ് ആണ് വരുന്നത് പ്രീമിയം ഹോട്ടലിൽ. പിന്നെ 1 ട്രാവൽ സിം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഈ ഒരു ഡ്രീം ഫോക്സിൻ്റെ മെമ്പർഷിപ്പ് പാക്കേജ് എന്ന് പറയുന്നത്. ഒരു ക്വിക്ക് കമ്പാരിസൺ, ഈ ഒരു ഞാൻ പറഞ്ഞൊരു ബ്ലാക്ക്, ഓറഞ്ച്, വേരിയൻറ്റ് 1, വേരിയൻറ്റ് 2ൻ്റെ ഒരു ക്വിക്ക് കമ്പാരിസൺ നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ പോസ്റ്റ് ചെയ്ത് പരിശോധിക്കാം. ഗോൾഫ് ലെസൺ ആണെങ്കിലും ഗോൾഫ് ഗെയിംസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ നമ്പേഴ്സൊക്കെ ഇവിടെ കാണാം. ഈ ഒരു ഓറഞ്ച് വൈറ്റ് വേരിയൻ്റൊക്കെ ആണെങ്കിൽ ഗോൾഫ് ലെസൺ നമുക്ക് 6 തവണ ഇയർലി വരുന്നത്. അത് ഒന്നെങ്കിൽ ഗോൾഫ് ഗെയിം ഇല്ലെങ്കിൽ ഗോൾഫ് ലെസൺ ആണ്. അതേസമയം ബ്ലാക്ക് വേരിയൻ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത്
ഗോൾഫ് ലെസനും 12 വരുന്നുണ്ട് ഇയർലി, ഗോൾഫ് ഗെയിമും 12 തവണ വരുന്നുണ്ട് ഇയർലി. സോ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ കോംപ്ലിമെന്ററി കോഫി ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഇത് നിങ്ങൾക്ക് ഇവിടെ പരിശോധിക്കാം. പിന്നെ ആ ഒരു ഫിറ്റ്നസിന്റെ മെമ്പർഷിപ്പ് പറഞ്ഞത് കട്ട് പാസിന്റെ ആണ്. പിന്നെ വരുന്നത് നമുക്ക് OTT സബ്സ്ക്രിപ്ഷൻ, നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഗോൾഫ് ഗെയിമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഇവിടെ കാണാം. മിനിമം അഡ്വാൻസ് ബുക്കിംഗ് ഡേയ്സും അതിലെ മാക്സിമം അഡ്വാൻസ് ബുക്കിംഗ് ഡേയ്സും മിനിമം പ്ലേയേഴ്സ് അതിനൊക്കെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഗോൾഫ് ലെസന്റെ കാര്യത്തിലും മാക്സിമം അഡ്വാൻസ് ഡേയ്സ്, മിനിമം അഡ്വാൻസ് ബുക്കിംഗ് ഡേയ്സ്, മിനിമം പ്ലേയേഴ്സ് ഒക്കെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രീം ഫോക്സിന്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി